നമ്മുടെ കെട്ടിടനിർമ്മാണ മേഖല ഒരു സങ്കീർണമായിട്ടുള്ള സമസ്യകളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടത്തിലാണ് ഹാബിറ്റാറ്റിൻ്റെ ഉദയം. അതിന് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത് ഇതൊരു സന്നദ്ധ സംഘടനയാണ്. നോൺ പ്രോഫിറ്റ് മാത്രമല്ല, നോട്ട് ഫോർ പ്രോഫിറ്റ് എന്നുള്ളൊരു സന്നദ്ധ സംഘടനയാണ്. നമ്മുടെ ഏക ലക്ഷ്യം എന്ന് വെച്ചാൽ സന്തുലിതമായിട്ടുള്ള ഒരു വാസ്തുശാസ്ത്രം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ പ്രചരിപ്പിക്കുക. അപ്പോൾ അതെങ്ങനെ പ്രചരിപ്പിക്കാം? അത് ഞാൻ പറയും, പരിസ്ഥിതി സൗഹാർദ്ദമായിട്ട്, ജനസൗഹാർദ്ദപരമായിട്ട്, ഊർജ്ജം സംഭരിച്ചുകൊണ്ട് ചിലവ് കുറഞ്ഞ കെട്ടിടങ്ങളുടെ ആ നിർമ്മാണ വിദ്യകളുടെ വ്യാപനമാണ് നമ്മളുടെ ഈ ഹാബിറ്റാറ്റിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. അപ്പോൾ അതിനുമായിട്ട് അനുരൂപമായിട്ട് നടക്കുന്ന അത് മാത്രം ചെയ്യുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ ഹാബിറ്റാറ്റ് ചങ്ങാത്തം കൂടിയിട്ടുള്ളൂ. ഇത് ആദ്യകാലത്തിൽ ഇതിൻ്റെ ഉറപ്പിനെക്കുറിച്ചും ബലത്തിനെക്കുറിച്ചും ഇത് രീതികളെ പറ്റി വലിയ ഇതുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്നും ഇന്നും നമ്മുടെ മിത്ര നിരകളേക്കാളും എത്രയോ പോലും നമ്മുടെ ശത്രു നിരയാണ്. കാരണം ഒരു സംഘടിത ഒരു രൂപമുണ്ടായിരുന്നു. അത് ആളുകളുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആളുകളുടെ നിസ്സഹായാവസ്ഥ വിറ്റ് കാശാക്കുന്ന, അല്ലെ ആളുകളുടെ അറിവില്ലായ്മ വിറ്റ് കാശാക്കുന്ന ഒരു സമൂഹം, നിർമ്മാണ കമ്പനികളും അത്ര വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു. ആ സമൂഹത്തിനെതിരായിട്ട് പ്രതികരിക്കുന്ന ആദ്യത്തെ ആളുകളിൽ ഒരാളാണ് ഞാനും എൻ്റെ പ്രസ്ഥാനം. അത് തീർച്ചയായിട്ടും വലിയ, എൻ്റെ ജീവിതത്തിന് ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് ഞാൻ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ കൈ അടിച്ചു ഓടിച്ചാൽ. പക്ഷേ അവരോടൊക്കെ എൻ്റെ ബോധം മറയുന്നതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ എന്നെ തീർക്കുക, എൻ്റെ ജീവൻ തീർക്കുക. ഞാൻ ജീവനോട് തിരിച്ചു വരികയാണെങ്കിൽ പിന്നെയും ഞാൻ ഈ യുദ്ധം തുടങ്ങി, പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അത് ഈ ശാരീരിക യാതനയൊക്കെ കുറച്ച് കമ്പിയൊക്കെ ഇട്ട് കുറേ വർഷം കഴിയുമ്പോൾ വേദനയൊക്കെ മറക്കും. പക്ഷേ മാനസികമായിട്ട് വ്യഥയുണ്ടാക്കുന്ന രീതിയിൽ ഒട്ടേറെ മുറിവുകൾ ഉണങ്ങാതെ എൻ്റെ മനസ്സിനകത്ത് കിടപ്പുണ്ട്. അത് സ്ഥാപനത്തിൻ്റെ മനസ്സിനകത്ത് കിടപ്പുണ്ട്. അതൊക്കെ അതിജീവിക്കും, നമ്മൾ കാലത്തിന് അതിജീവിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഇത്രയും. ഞാൻ പറഞ്ഞില്ല, ഒന്നിൽ നിന്ന് പൂജ്യത്തിൽ നിന്ന് ഒന്നിലേക്കും, ഒന്നിൽ നിന്ന് ആയിരങ്ങളിലേക്കും പടർന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ നമ്മുടെ സന്ദേശം കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ജന, അത്തരം ഒരുപാട് തൊഴിലാളികളുടെയും ഒരുപാട് ഈ പ്രൊഫഷണൽ എൻജിനീയർമാരുടെയും ഒക്കെ ഒരു കൂട്ടായ്മയാണ് ഹാബിറ്റാറ്റ്. അല്ലാതെ ഇത് അല്ലെങ്കിൽ ഇത് ഏറ്റവും എളുപ്പം ശങ്കർ എന്നുള്ള പേരിൽ എനിക്ക് തന്നെ തുടങ്ങാം, ശങ്കർ ആൻഡ് അസോസിയേറ്റ് എന്നൊരു പ്രൈവറ്റ് കമ്പനിയല്ല, അതല്ല. ഹാബിറ്റാറ്റ് ഒരു ജനത്തിൻ്റെ സ്വപ്നം പ്രതിനിധീകരിക്കുന്നൊരു സ്ഥാപനമാണ്. അതിൻ്റെ ഒരു പ്രസ്ഥാനമാണ്, സ്ഥാപനമല്ല, ഒരു പ്രസ്ഥാനമാണ്, ഒരു പീപ്പിൾസ് മൂവ്മെൻറ്റായിട്ടാണ് ഞങ്ങളുടെ എല്ലാവരും. ഇറ്റ്സ് എ പീപ്പിൾസ് മൂവ്മെൻറ്റ്. ജനങ്ങളുടെ അഭിലാഷങ്ങളും ആശകളും പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതീക്ഷയായിട്ട് മാറണം എന്നുള്ള പ്രതീക്ഷിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വോളണ്ടറി ആക്ഷൻ ഉള്ളി ആൻസർ എന്ന് വിശ്വസിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഈ ഞങ്ങളുടെ കെട്ടിടങ്ങളെ പറ്റി വിമർശിക്കുന്ന, അല്ലെങ്കിൽ ഈ സത്ത ഉൾക്കൊള്ളാതെ, നമ്മുടെ ഈ ഇത്തരം കെട്ടിടങ്ങളുടെ സത്ത ഉൾക്കൊള്ളാതെ വന്നിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ സത്ത ചോർത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ ഈ ഒരു കെട്ടിടത്തിന് പൂശാതിരിക്കുക എന്ന് പറയുന്നതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. അത് സൗന്ദര്യപരമായ കാരണം കൊണ്ടല്ല നമ്മൾ പൂശാതിരിക്കുന്നത്, നമ്മൾ മെറ്റീരിയലിനെ അഗാധമായിട്ട് സ്നേഹിക്കുന്നുണ്ടാണ്. ഇഷ്ടിക എന്ന് പറയുന്നത്, നമ്മുടെ സാധാരണ ചുവന്ന ഇഷ്ടിക എന്ന് പറയുന്നത് നല്ല മനോഹരമായ വസ്തുവാണ്. ഞങ്ങൾ കരുതുന്നത് ആ ഒരു വൊക്കാബുലറി, ആ പദാവലി അംഗീകരിച്ചിട്ടാണ് മിക്കവരും വന്ന് ആദ്യം ഹാബിറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷേ വളരെ ദുർബലമായ കാരണങ്ങളാൽ പലപ്പോഴും ഇതെല്ലാവരും, കൂടെയുള്ള ആൾക്കാരെല്ലാം ഇതിനെ വിഷമിക്കും. കാരണം ഇത് 10 വർഷം കഴിയുമ്പോൾ ഇതെല്ലാം പോയി ഇഷ്ടികയെല്ലാം അലിഞ്ഞു പോകും. അല്ലെങ്കിൽ മൺകട്ട, ഈ മണ്ണങ്കട്ടയും കരിയിലെയും അതിൽ കഥ പറഞ്ഞ പോലെ അലിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കും. ഈ മാനസിക ഈ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ പലരും ഒത്തുതീർപ്പുകൾക്ക് വഴി അങ്ങനെ അല്ല. പിന്നെ നമ്മൾ വളരുന്തോറും, ഞാൻ നേരത്തെ ഒരു ശത്രു നിരയും വളർന്നുകൊണ്ടിരിക്കും. നമ്മൾ പണ്ട് നമ്മുടെ ഭാഷാ പറയുന്നുണ്ട്, ഇവരെ നിറയെ കായ്ക്കുന്ന മരത്തിലല്ലേ നമ്മൾ എറിയുള്ളൂ. അങ്ങനെ ഒരുപാട് ഏറുകളൊക്കെ കൊണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മളെ തളർത്തില്ല. നമ്മൾ ഓരോ പരാജയങ്ങളിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുൻപോട്ട് വേണം. പക്ഷേ തീർച്ചയായിട്ടും ഹാബിറ്റാറ്റ് ഏറ്റവും കഠിനമായിട്ടുള്ള പരീക്ഷണത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കാരണം വേറൊന്നും ഉണ്ടായിട്ടില്ല, വർക്കുകളുടെ കുറവല്ല. പക്ഷേ ഒരു കാലത്ത് ഇതിൻ്റെ കടങ്ങൾ ഒരുപാടുണ്ട്. ഈ ഞാൻ പറഞ്ഞത് സർക്കാർ ജോലികളുടെയൊക്കെ ചെയ്തിട്ട് കിട്ടാത്ത പണം, അതിൻ്റെ ഒരു നീതിരാഹിത്യമുണ്ട് പലപ്പോഴും. അത് ഒരു ഭരണ സംവിധാനത്തിൻ്റെ പാളിച്ചയല്ല. പാളിച്ച എന്ന് പറയുന്നത് ഒരു ക്ലാർക്ക്, ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ക്ലാർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ അന്നം മുടക്കാൻ കഴിയും. അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ക്വറി എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ക്വറി അഴിക്കാനായിട്ട് ചിലപ്പോൾ ദശാബ്ദങ്ങൾ വേണ്ടി വരും. ഇതിൻ്റെ നിരന്തരമായിട്ട് ജീവിതകഥയാണ്. അത് വലിയൊരു സാമ്പത്തിക ബാധ്യത ഞങ്ങളിപ്പോൾ ഒരു സ്ഥാപനത്തിന് അതിജീവിക്കുവാൻ, പ്രത്യേകിച്ച് പുത്തൻ ലോകത്ത് അതിജീവിക്കാൻ പ്രയാസമാണ്. അപ്പം എന്നിട്ടും അതിജീവനത്തിൻ്റെ ഇതുമായിട്ട് നിൽക്കുകയാണ്. ഇല്ല, പരാജയപ്പെടില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് രക്തത്തിലും വിയർപ്പിലും ഒക്കെ പടുത്തുയർത്തിയൊരു പ്രസ്ഥാനം, വ്യക്തമായിട്ടുള്ള ഇച്ഛാശക്തിയുടെ പടുത്തുയർത്തിയ പ്രസ്ഥാനം, അതിനെ നിലനിർത്താനായിട്ടുള്ള കഠിന ശ്രമത്തിലാണ്. നിലനിൽക്കും ഇത്. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന് വേറെ ഓൾട്ടർനേറ്റീവ്സ് ഇല്ലാതെ നമ്മൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ലോകത്തിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രാർത്ഥന പോലെ, നിലവിളി പോലെ, ദശാബ്ദങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന കാര്യം എത്ര യാഥാർത്ഥ്യമാണെന്ന കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വഴിയേ ഉള്ളൂ മനുഷ്യന് വീട് വയ്ക്കാൻ, ഇനി ഒരു വഴിയേ ഉള്ളൂ. അത് സന്തുലിതമായിട്ടുള്ള വാസ്തുശില്പം തന്നെ ആവണമെന്നാണ് നമ്മുടെ ഓരോ കാലഘട്ടവും, ഓരോ കാലാവസ്ഥയും, ഓരോ ജീവിതസാക്ഷികളും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഇപ്പം അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. അത് മതി. നമുക്ക് ഈ ഹാബിറ്റാറ്റിനെ സംബന്ധിച്ചോളം ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിളക്കുമരമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പ്രതീക്ഷയില്ലാത്തവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയായിട്ട് വിളക്കുമരമായിട്ട് നിൽക്കുക എന്നുള്ളത്. ആ ദൗത്യം എത്ര കഠിനമായിട്ടുള്ള കാലഘട്ടത്തിൽ കൂടെ കടന്നു പോയാലും ഞങ്ങൾ നിൽക്കും, ആത്മവിശ്വാസത്തോടെ നിൽക്കും. എൻ്റെ മാത്രമല്ല, ഇത് സമൂഹത്തിൻ്റെ സ്വപ്നമാണ്. ഇപ്പോഴും ആളുകൾക്ക് വേണം ഞങ്ങളെ എന്ന് എനിക്കറിയാം. ഒരുപാട് പേർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാത്തിരിക്കുന്നുണ്ട്. ആ കാത്തിരിപ്പ് നമ്മളെ ഒരുപാട് ഊർജ്ജം പകരുന്ന കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിൻ്റെ വ്യഥ എന്നൊക്കെ നമ്മുടെ മലയാള ഭാഷാ പ്രയോഗമാണ്. അതല്ല, കാത്തിരിപ്പിന് വലിയ സുഖമുണ്ട് സുഹൃത്തുക്കളെ. അതൊരു ആ പുഞ്ചിരി അവശേഷിപ്പിച്ച് ആണ് ഞാനിപ്പോഴും ഈ പ്രതിസന്ധികളിലൂടെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ജീവിതം എന്ത് പഠിപ്പിച്ചു എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനായിട്ടുള്ള വ്യക്തമായ ധാരണയുണ്ട്. ഒന്നെന്ന് വെച്ചാൽ, ഞാൻ ഈ മേഖലയിൽ വരുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശമാണെന്ന് ക്ഷമിക്കണം. ഞാൻ അസ്തിത്വ ദുഃഖത്തിൻ്റെ ഒരു തീച്ചൂളയിൽ നിന്നാണ് ജീവിതം നീതീകരിക്കാനായിട്ടുള്ള ഒരു വ്യഗ്രതയോടെ വന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും ആ ജീവിതത്തെ നീതീകരിക്കാനുള്ള പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സന്നദ്ധ സേവനം ചെയ്യുന്നത്. അത് നീതീകരണമാണ്. നമ്മുടെ ജീവിതത്തിനെ വ്യക്തമായി, നമ്മുടെ ജീവിതത്തിന് അതിൻ്റെ അർത്ഥം കൊടുക്കുവാനായിട്ടുള്ള അറിവിലൂടെ, ഞാൻ പഠിച്ച ആർജിത അറിവുകളിലൂടെ അർത്ഥം കൊടുക്കുവാനായിട്ടുള്ള ഒരു യജ്ഞമാണ്. അതാണ് ഈ സംഘടന. ഞാൻ പഠിച്ചത് ഭവന നിർമ്മാണമാണ്, വാസ്തുശില്പമാണ്. ആ വാസ്തുശില്പത്തിൻ്റെ പ്രയോഗ രീതികളിൽ, രീതിശാസ്ത്രത്തിൽ അതിൽ വ്യത്യാസമുണ്ടാക്കുക, ജനങ്ങൾക്ക് പ്രതീക്ഷയായിട്ട് നിൽക്കുക. ഇത് മലയാളിക്ക് മാത്രമല്ല, ലോകത്തിന് പ്രതീക്ഷയായിട്ട് നിൽക്കുക. ഇത്രയും ആളുകൾ വിശ്വസിച്ച് ഇനി തുടരും. ഇപ്പം ഹാബിറ്റാറ്റ് തുടരുമോ, ഹാബിറ്റാറ്റിൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയാവുന്നതല്ല പ്രശ്നം, ഈ പ്രസ്ഥാനം വളരും എന്നുള്ളതാണ്. അതിനകത്ത് പേരുകളെയും പറയാൻ ഉദ്ദേശിക്കുന്നത്, പ്രസ്ഥാനം വളരും. കുറേ കൂടെ ഒരു ക്ലാരിറ്റിയോടുകൂടി, കുറച്ചുകൂടി വ്യക്തതയോടുകൂടി, ധാരണകളോടുകൂടി ആളുകൾ വരും. നമ്മളൊക്കെ ക്ഷണികമായിട്ട് പൊലിഞ്ഞു പോകുന്ന കുറേ ആൾക്കാരാണ്. നമുക്കൊക്കെ ഇത്രയേ ഉള്ളൂ. ഒരു പൊതിച്ചോറ്, ഒരു യാത്രികന് ഒരു പൊതിച്ചോറ് കൊടുക്കുന്ന പോലെ, പാതയം കൊടുക്കുന്ന പോലെ ജോലി ചെയ്യുക. ആ ജോലി ഈ മരണം വരെ ചെയ്തുകൊണ്ടിരിക്കും, പിൻവാങ്ങും, അടുത്ത ആൾക്കാർ ഇത് ഏറ്റെടുക്കും, അവർ ഈ പ്രസ്ഥാനം തുടർന്നുകൊണ്ടിരിക്കും.